ബാക്ക് ടു എജ്യൂസ്പെർട്ടോ. നിങ്ങൾക്കറിയാമോ, വിവിധങ്ങളായ വീഡിയോകൾ, റീൽസുകൾ, ഫോട്ടോസുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഫേസ്ബുക്ക് ആ കോണ്ടന്റ്സിന് ക്യാഷ് നൽകുമെന്ന്. പക്ഷേ ഫേസ്ബുക്ക് പറയുന്നു ഒറിജിനൽ ആയതും ക്വാളിറ്റി ഉള്ളതുമായ പോസ്റ്റുകൾ വളരെ കോൺസിസ്റ്റന്റ് ആയി പോസ്റ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് ഈ വീഡിയോ പറഞ്ഞു തരും. ഇതിനായി DeepSeek, നാനോ ബനാന, ക്യാൻവ എന്നീ AI ടൂൾസ് ഉപയോഗപ്പെടുത്തി പോസ്റ്റ് നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം ഗൂഗിൾ ക്രോം ബ്രൗസറിൽ DeepSeek സെർച്ച് ചെയ്ത് സ്റ്റാർട്ട് നൗ ക്ലിക്ക് ലോഗിൻ വിത്ത് ഗൂഗിൾ. കഴിഞ്ഞ വീഡിയോയിൽ DeepSeek ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഒരു മോട്ടിവേഷണൽ കോട്ട് നിർമ്മിക്കാം. അതിനായി റൈറ്റ് മീ എ മോട്ടിവേഷണൽ കോട്ട് ഓൺ ഹാർഡ് വർക്ക് ആൻഡ് സക്സസ് എന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക. DeepSeek കുറേയധികം മോട്ടിവേഷണൽ കോട്ട്സുകൾ തന്നിരിക്കുന്നു. അതിൽ നിന്നും നിങ്ങൾക്ക് തോന്നുന്ന വളരെ റെലവൻസ് ഉള്ളതും ഒരു പിക്ചർ വഴി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു കോട്ട് തിരഞ്ഞെടുക്കുക. ആ മോട്ടിവേഷണൽ കോട്ട് ജസ്റ്റ് കോപ്പി ചെയ്ത് വീണ്ടും ചാറ്റ് ബോക്സിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക: റൈറ്റ് മീ എ പ്രോംപ്റ്റ് ടു ജനറേറ്റ് ആൻ ഇമേജ് ഫോർ എ ഫേസ്ബുക്ക് മോട്ടിവേഷണൽ കോട്ട് വിതിൻ ബ്രാക്കറ്റിൽ നേരത്തെ കോപ്പി ചെയ്ത മോട്ടിവേഷണൽ കോട്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ക്രോമിൽ നാനോ ബനാന സെർച്ച് ചെയ്ത് ഒന്നാം ജെമിനൈ ഫ്ലാഷ് ഇമേജ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ശേഷം ട്രൈ നാനോ ബനാന സെലക്ട് ചെയ്യുക. ചാറ്റ് ബോക്സിൽ കാണുന്ന ഡീഫോൾട്ട് പ്രോംപ്റ്റ് മാറ്റി കിട്ടിയ DeepSeek ഇമേജ് ജനറേഷൻ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുക. ഇമേജ് ജനറേറ്റ് ആയി വരുന്നത് കാണാം. ഡൗൺലോഡ് ചെയ്തത് വയ്ക്കുക. ക്രോം ബ്രൗസറിൽ ക്യാൻവ സെർച്ച് ചെയ്ത് ലോഗിൻ വിത്ത് ഗൂഗിൾ ഓപ്ഷനിൽ Gmail ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ഇവിടെ ക്യാൻവ ഓൾറെഡി ഓപ്പൺഡ് ആണ്. ക്യാൻവ ആപ്ലിക്കേഷന്റെ ലെഫ്റ്റ് സൈഡ് ടോപ്പ് കോർണറിൽ പ്ലസ് സിംബോൾ അഥവാ ക്രിയേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിസൈൻ ടൈപ്പ് സോഷ്യൽ മീഡിയ ചൂസ് ചെയ്ത് അതിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഡിസൈൻ ടെംപ്ലേറ്റ് പിക്സൽ ഡയമെൻഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതിന് മൗസ് ഡിസൈനിന് സമീപം ചലിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് വന്നതായി കാണാം. ഇനി ലെഫ്റ്റ് സൈഡ് കാണുന്ന അപ്ലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്ലോഡ് ഫയൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ്സ് ഫോൾഡറിൽ നിന്നും ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡായ ഇമേജ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്കിലൂടെ സെറ്റ് ആസ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇമേജിന് മീതെ നമ്മുടെ മോട്ടിവേഷണൽ കോട്ട് പേസ്റ്റ് ചെയ്യാം. അതിനായി ടൈപ്പ് ചെയ്യുവാനുള്ള ഓപ്ഷൻ T സിംബോൾ സെലക്ട് ചെയ്ത് ആഡ് ഹെഡിംഗ് ഓർ സബ് ഹെഡിംഗ് ചൂസ് ചെയ്യാം. അതിനുശേഷം മോട്ടിവേഷണൽ കോട്ട് പേസ്റ്റ് ചെയ്ത് അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഫോണ്ട്, കളർ, സൈസ്, അലൈൻമെന്റ്, ഇഫക്ട്സ്, ആനിമേറ്റ്, ട്രാൻസ്പാരൻസി എന്നീ ഓപ്ഷൻസ് ആ ടെക്സ്റ്റ് ബോക്സ് സിലക്ട് ചെയ്താൽ എനേബിൾ ആയി കാണാവുന്നതാണ്. വേണമെങ്കിൽ ഇതുപോലെയുള്ള ഫീച്ചറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മോട്ടിവേഷണൽ ഇമേജ് പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ കാണുന്ന ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, താഴെ ഇമേജ് സ്ലൈഡിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് 2-3 ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സും കൂടി ആഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് എലിമെന്റ്സ് ടാബിൽ സെർച്ച് ചെയ്ത് നല്ലൊരു മ്യൂസിക് ഓഡിയോ കൂടി ആഡ് ചെയ്താൽ ഒരു വീഡിയോ റീലായി ഉപയോഗിക്കാവുന്നതാണ്. എലിമെന്റ്സിൽ ഓഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കീവേഡ് കൊടുക്കുന്നത് ഈ മോട്ടിവേഷണൽ പോസ്റ്റിന് അനുയോജ്യമായ ഇമോഷൻ ആവണം. ലൈക്ക് സക്സസ്, ഇൻസ്പിറേഷണൽ എന്നിങ്ങനെ. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി ക്വാളിറ്റിക്കും വ്യൂവേഴ്സിൽ ക്യൂരിയസി ഉണർത്തുന്നതിനുമായി ഇതുപോലെ ഒരു 4-5 കോട്ടുകൾ നിർമ്മിച്ചു അതിന്റെ ഇമേജും ഉണ്ടാക്കി വെക്കുക. അതായത് ഒന്നിനൊന്ന് കണക്റ്റഡ് കോട്ടുകൾ. ഉദാഹരണമായി
ടോപ്പ് 5 തിങ്സ് ടു ഡു ഫോർ ഫിനാൻഷ്യൽ ഫ്രീഡം ഓർ ഹെൽത്തി ലൈഫ് എന്നിങ്ങനെയൊക്കെയുള്ളവ. ഈ കാണുന്ന ക്യാൻവയിലെ ഇമേജിന് തൊട്ട് താഴെ കാണുന്ന പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയി വരുന്നു. അവിടെ ഇപ്പറഞ്ഞ ബാക്കിയുള്ള ഇമേജുകൾ, കോട്ടുകൾ എന്നിവ ഓരോ പേജുകളായി അപ്ലോഡ് ചെയ്ത് കൊടുത്തു ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോ ആയി ലഭിക്കും. ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് മോണറ്റൈസേഷൻ ടാസ്കുകളിൽ ഒരു റീലായി ഉപയോഗിക്കാവുന്നതാണ്.